ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഏതൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാലും ആ കുട്ടിയുടെ അവകാശമാണ് സമയത്തിന് റിസൾട്ട് വരണം, അത് കൃത്യമായി വരണം, അതിൽ തകരാറില്ലാതെ വരണം, അതിലെന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കണം. ഇതിലൊന്നും യാതൊരു സംശയമില്ല. ഈ ഒരു സംശയം അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലം മുൻനിർത്തി തന്നെയാണ് ഇപ്പം കഴിഞ്ഞ് നമ്മളുടെ ക്ലീയുടെ റിസൾട്ടുമായി അതിൽ സിഇയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളോ അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട നടപടികൾ എന്താണോ എന്ന് മനസ്സിലാക്കാനും അതിൽ കുട്ടികളുടെ ആശങ്ക പരമാവധി മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് വന്നു. 14-ാം തീയതി പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, അന്ന് ഗുരുതരമായ ഒരു വീഴ്ച നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ കാണാനുണ്ടായിരുന്നു. എന്തായിരുന്നു? നെഗറ്റീവ് മാർക്ക് കൺസിഡർ ചെയ്യാതെ ആണ് ആ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത്. അതൊരു ചെറിയ തെറ്റൊന്നുമല്ല, അതൊരു ഗുരുതരമായ വീഴ്ച തന്നെയായിരുന്നു. കാരണം നമ്മൾ നെഗറ്റീവ് മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്ത ഒരു പ്രത്യേക രീതിയിലായിരിക്കും. എന്നാൽ അതിന് കൃത്യമായത് ഞങ്ങൾ മെയിൽ അയച്ചിരുന്നു. കുട്ടികൾ വിളിച്ചു ചോദിച്ചപ്പോൾ സാമ്പിൾ മെയിൽ അയക്കാനുള്ള എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനുള്ള സാമ്പിൾ മെയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു. കാരണം അതൊരു ചെറിയ കാര്യമല്ല. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണ്ടും ഞാൻ പറയുന്നു, 15/7/2026 വെരി നെക്സ്റ്റ് ഡേ തന്നെ ആ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് സിഇ നിരുപാധികം പിൻവലിക്കുകയുണ്ടായി. ദാറ്റ് ഹാസ് ബീൻ റിവോക്ഡ്. എന്നിട്ട് ഈ നെഗറ്റീവ് മാർക്ക് പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ഫ്രഷ് റാങ്ക് ലിസ്റ്റാണ് പിന്നീട് വന്നത്. അപ്പോൾ ഇതൊരു വലിയ ആശങ്കയായിരുന്നു. തുടക്കത്തിൽ അനാവശ്യമായി ഉണ്ടായ ഒരു വലിയ മാനസിക സമ്മർദ്ദം തന്നെയായിരുന്നു 14-ാം തീയതി വന്ന ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 15-ാം തീയതിയിൽ അത് പരിഹരിച്ചു കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് ഇപ്പോൾ തർക്കമുണ്ടാവാൻ വഴിയില്ല. നമ്മൾ മനസ്സിലാക്കിയത് കൃത്യമായി നെഗറ്റീവ് മാർക്ക് കണക്കാക്കിയപ്പോൾ വരേണ്ടത് എങ്ങനെയാണോ അങ്ങനെയാണ് 15-ാം തീയതി വന്ന റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? സിഇ ഈ ഒരു കൺസേണിനെ യാതൊരു വിലയും കൊടുക്കാതെ മുഖം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടങ്ങിയിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കണമായിരുന്നു. പക്ഷെ കുട്ടികളത് ആവശ്യമായ രീതിയിൽ മെയിൽ അയച്ചപ്പോൾ തന്നെ നിങ്ങളിൽ പലരും മെയിൽ അയച്ചിട്ടുണ്ടാവും. അതിനെ സിഇ പരിഗണിച്ചു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു എന്ന് തന്നെയാണ് നമ്മളുടെയും വിലയിരുത്തൽ. അത് തന്നെയായിരിക്കും പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും വിലയിരുത്തൽ. അപ്പോൾ 15-ാം തീയതി രണ്ടാമത് വീണ്ടും സ്കോർ വന്നപ്പോഴും നമ്മൾ ആശങ്ക അവിടെ തീർന്നിട്ടില്ല. ഒരുപാട് കൺസേൺസ് കുട്ടികൾ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതെന്താ അറിയോ മൈ ഡിയർ ഫ്രണ്ട്സ്, സ്വാഭാവികമായിട്ട് ആദ്യത്തെ ഹിറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനമല്ല വന്നത് പറഞ്ഞാൽ അത് തിരുത്തി വന്നാൽ പോലും സ്വാഭാവികമായിട്ട് നമുക്ക് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ രണ്ടാമത് വന്ന സ്കോറിലും കുട്ടികൾ വലിയ ആശങ്ക ചെറിയ രീതിയിൽ പല പ്രശ്നങ്ങളും ഉന്നയിച്ചു. അതിൽ സ്വാഭാവികമായിട്ടും 18 വർഷമായി നടത്തുന്ന എക്സ്പീരിയൻസിൽ നമുക്കും തോന്നിയൊരു സംഗതിയായിരുന്നു, ഇതെങ്ങനെയാണ് ചിലവരുടെ സ്കോർ ഇങ്ങനെ മുന്നോട്ട് പോയത്, അപ്പോൾ അതിൽ അവർക്ക് കൂടുതൽ മാർക്ക് വന്നതെന്നാൽ. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു നോർമലൈസേഷൻ ഒരു പ്രൊസീജിയർ അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 5 ഇയറിൽ 2 ക്വസ്റ്റ്യൻ ക്യാൻസലായി, 3 ഇയറിൽ 3 ക്വസ്റ്റ്യൻ ക്യാൻസലായി. അപ്പോൾ ഈ നോർമലൈസേഷന് പോകുമ്പോൾ അവർ അഡോപ്റ്റ് ചെയ്തത് എന്താണ് എന്നുള്ളത് സിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കി എങ്ങനെയായിരിക്കും അവരിത് അറൈവ് ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു മനസ്സിലാക്കിയ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നോർമലൈസേഷൻ മെത്തേഡ് വ്യാപകമായി കീമിലായാലും ഇപ്പോൾ നീറ്റിലായാലും മറ്റു പരീക്ഷകളിലായാലും കോടതി വിധികളുടെ പരിശോധനയ്ക്ക് വിധേയമായിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡിലേക്ക് അവർ അറൈവ് ചെയ്തത് എന്നതാണ് ആധികാരികമായി നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ നമ്മളിത് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവരിൽ പലരും ഇത് ഉപയോഗപ്പെടുത്തി നോക്കിയപ്പോൾ കൃത്യമായി അവർ പറയുന്നുണ്ട്, ഈവൺ ടു ദ ഡെസിമൽ പോയിൻ്റ് വരെ അവരുടെ ഉത്തരം ശരിയാണ്. പക്ഷേ ഇപ്പോഴും ചിലപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ചിലവർക്ക് ആശങ്കയുണ്ടാവും. അതുകൊണ്ട് ബ്രീഫായിട്ട് ഈ നോർമലൈസേഷൻ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് 5 ഇയറിൻ്റെയാണ് ഞാൻ പറയുന്നത്. അതിൽ ഇംഗ്ലീഷിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇൻവാലിഡായി, അവരത് വിഡ്രോ ചെയ്തു. ഓപ്ഷൻസ് തിരുത്തലിന് കൂടാതെ ഇതിന് ഞാൻ പറയുന്നത് വിഡ്രോ ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്യുമ്പോൾ അവിടെയാണ് പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ വിഡ്രോ ആയപ്പോൾ ആനുപാതികമായ ബെനിഫിറ്റ്, ഓക്കെ, പ്രപ്പോർഷണൽ ബെനിഫിറ്റാണ് ആ ബാക്കി സ്കോറിൽ ചെയ്യേണ്ടത്. അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് എന്താണ്? 36 ഇതിൽ നിന്ന് 36 ഔട്ട് ഓഫ് 35 അതിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുന്നു. അതാണ് ഈ 1.02857. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു ഫാക്ടറാണ് നോക്കൂ പാർട്ട് എയിലെ ഇംഗ്ലീഷിലെ എല്ലാ ക്വസ്റ്റ്യനും കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് അറൈവ് ചെയ്തത്?
കറക്റ്റ് ആൻസറിന് 3 മാർക്ക്, അതിൽ നിന്ന് മൈനസ് റോങ് ആൻസറിന് 1 മാർക്ക് വെച്ച് കുറയ്ക്കുന്നു. ആ കിട്ടിയതിനെ ഇൻറ്റു 1.2857 ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടിയ, ഇപ്പോൾ നിങ്ങളടുത്ത് റെസ്പോൺസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കിട്ടിയ കറക്റ്റ് ആൻസറിന് ഇൻറ്റു 3 ചെയ്യുക, അതിൽ നിന്ന് എത്രയാണോ തെറ്റിയത് അതവിടെ കണ്ടെത്തുക, ആ മൈനസ് ചെയ്ത് കിട്ടിയ നമ്പറിനോട് ഇൻറ്റു 1.02857 ചെയ്താൽ ഇംഗ്ലീഷ് എന്ന സെഗ്മെൻറ്റിൽ നിങ്ങളുടെ സ്കോർ അറൈവ് ചെയ്യും. അല്ലാതെ ടോട്ടൽ സ്കോർ എന്നല്ല എടുക്കേണ്ടത്, ഇംഗ്ലീഷ് എന്ന സെഗ്മെൻറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അതേപോലെ ജി കെയിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്തു പോയി. അപ്പോൾ അവിടെ എങ്ങനെയാണ് എടുത്തത്? നേരത്തേത് 36 ഔട്ട് ഓഫ് 35 ആണ് എടുത്തത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വന്നത്? ഇവിടെ നമുക്ക് എത്ര മാർക്കാണ് ഉള്ളത്? ജി കെയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ 26 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്? ആ ഏരിയയിലുള്ള കറക്റ്റ് ആൻസർ എടുക്കുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് ജി കെയിൽ തെറ്റിയ മൈനസ് ചെയ്യുന്നു, ഇൻറ്റു അവിടെ ഫാക്ടർ മാറി, കണ്ടോ, 1.03846 ആയി. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി 2 പാർട്ടിൽ തെറ്റുകളില്ല, അല്ലെങ്കിൽ വിഡ്രോവൽ ഇല്ല, ക്വസ്റ്റ്യൻസ് ക്യാൻസലേഷൻ ഇല്ല. ഇങ്ങനെ ചെയ്താൽ ഭൂരിഭാഗം കുട്ടികളും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെ കുട്ടികൾ എന്നെ ചെയ്തു നോക്കിയപ്പോൾ ഇത് കൃത്യമായിട്ട് വരുന്നുണ്ട്. അടുത്തതായി നമുക്ക് 3 ഇയറിലെ നോർമലൈസേഷൻ മെത്തേഡ് നോക്കാം. ഇവിടെ 2 ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ 2 ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫാക്ടർ മാറി. അവിടെയും നമ്മൾ ചെയ്തത് എന്താ? അവിടെ മെൻ്റൽ എബിലിറ്റിയിലാണ് ഒരു ക്വസ്റ്റ്യൻ മാറിയത്, ഒരു ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്തു. അപ്പോൾ അവിടെയും അതിൻ്റെ ഫാക്ടർ കണ്ടുപിടിച്ചു. അവിടെ എന്താ ചെയ്യേണ്ടത്? ഇംഗ്ലീഷിലെ ടോട്ടൽ നിങ്ങൾക്ക് ശരിയായത് മൈനസ് ഇംഗ്ലീഷിൽ തെറ്റിയത് ഇൻറ്റു 1.05882 അതാണ് ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ 5 ഇയറിൻ്റെ ഇതിൻ്റെ ഫാക്ടർ മാറുന്ന തന്നെ എനിക്ക് തോന്നുന്നു, നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇതൊരു സയൻറ്റിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്തു പോകുമ്പോൾ അത് ശരിയാക്കിയവരുണ്ടാകാം, അപ്പോൾ അവർക്കൊരു ആശങ്കയുണ്ടാവും. അതും കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അതിനെ ഇക്വിറ്റബിളായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ ചെയ്യുന്നു, മെൻ്റൽ എലിബിലിറ്റിയിൽ ഇങ്ങനെ ചെയ്യുന്നു. ഈ ഒരു നോർമലൈസേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, CE ഇപ്പോഴും പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പുറത്തു വിട്ടിട്ടുള്ളത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് മാത്രമാണ്. ആ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ അപാകതയുണ്ടാക്കാൻ അതിന് CE പ്രൊവിഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നോർമലൈസേഷൻ മെത്തേഡ് ചെയ്തപ്പോൾ കുട്ടികളുടെ റാങ്കിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഏറ്റവും വലിയ പ്രയാസമോ പ്രതിഷേധമോ അറിയിക്കുന്നത് എന്തായിരിക്കാം? നേരത്തെ നെഗറ്റീവ് മാർക്ക് കൺസിഡർ ചെയ്യാതെ വന്നപ്പോൾ റാങ്കിൽ മുന്നേ നിന്നിട്ടുണ്ടാവും. അതിലൊരു ഒരു ശരികേടുണ്ടല്ലോ. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന പരീക്ഷയിൽ CE ആ നെഗറ്റീവ് മാർക്ക് പരിഗണിച്ചുകൊണ്ട് ആദ്യത്തെ പ്രൊവിഷണൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 2 വിഡ്രോവൽ ക്വസ്റ്റ്യൻസ് വിഡ്രോ ചെയ്തതുകൊണ്ടുള്ള പ്രശ്നം വന്നു. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, CE ഇതിനെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇറക്കുന്നത് വളരെ ഗുണകരമാവും, ഒരു സംശയമില്ല. കുട്ടിക്ക് ഇത് അറിയാനുള്ള അർഹതയുണ്ട്. അപ്പോൾ നമ്മളിത് ബന്ധപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത് ദിസ് ഈസ് ദ നോർമലൈസേഷൻ മെത്തേഡ് അഡോപ്റ്റഡ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുട്ടികളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വന്ന സ്കോർ ശരിയല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നെഗറ്റീവ് കുറയ്ക്കുകയും നോർമലൈസേഷൻ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കൃത്യമായ സ്കോറുകൾ വരുന്നു എന്നതാണ് നമുക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ ഇനി ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാസ്റ്റ് കോൺസെപ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് നമുക്ക് ഇനി മുന്നോട്ട് ചെയ്യാനുള്ളത്? ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ അനാവശ്യമായി പാനിക് ആകണ്ട. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നെഗറ്റീവ് പരിഗണിച്ചില്ലായിരുന്നെങ്കിൽ CEയുടെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയാണ്, നമ്മൾ നോക്കി നിൽക്കില്ല, നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിനൊന്നും ആവശ്യം വന്നില്ല, അവരത് ആക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത് നോർമലൈസേഷൻ മെത്തേഡിൻ്റെ ഒരു ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് തന്നെ ബോധ്യമാവുന്നുണ്ട് ഇതിങ്ങനെയാണ് ആ റാങ്കിൽ അറൈവ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഇനിയും ഒരു നേരത്തെ നമുക്ക് എന്തുണ്ടായിരുന്നു? 15-ാം തീയതി വിഡ്രോ ചെയ്തപ്പോൾ ആകെ 2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി ഏറ്റവും നിർണായകമായി കുട്ടികൾ പറയുന്നത് ഇപ്പോൾ പോലും കാൻഡിഡേറ്റ് റെസ്പോൺസിൽ പ്രശ്നം കാണുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിനെ സൂക്ഷ്മമായി കുട്ടികളോട് 1 to 1 ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ തോന്നുന്നില്ല, ഇത് വെച്ച് നോക്കുമ്പോൾ ശരിയായി വരുന്നു എന്നുള്ളത് വളരെ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഓപ്പൺ ആയത് എത്രയോ മുന്നെയാണ്. കാൻഡിഡേറ്റ് റെസ്പോൺസിലെ പ്രശ്നവും നിലവിൽ വന്ന ഈ നെഗറ്റീവ് പരിഗണിക്കാത്തതും നോർമലൈസേഷനും തമ്മിൽ സത്യത്തിൽ ഡയറക്റ്റ് ബന്ധമില്ല. ഇപ്പോൾ കാൻഡിഡേറ്റ് റെസ്പോൺസിൽ ഇനി പ്രശ്നമുണ്ടെങ്കിൽ തന്നെ CE എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് വീണ്ടും നിങ്ങളുടെ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നീതിപൂർവമായ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും അതിൽ പ്രയാസമുണ്ട്, നിങ്ങളുടെ കാൻഡിഡേറ്റ് റെസ്പോൺസിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നേരത്തെ പറഞ്ഞ 2 പ്രശ്നം കൂടാതെ ഉള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ CE@kerala.government.in നിങ്ങളുടെ മെയിൽ അയക്കണം. അത് നീട്ടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് നമുക്ക് ഗുണകരമായിരുന്നില്ല, 19-ാം തീയതി വരെ ഉണ്ട്.
അപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും 20-ാം തീയതിയോടുകൂടി നമ്മളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതിനേക്കാൾ എല്ലാം ഉപരി ഞാൻ എൻ്റെ പ്രിയ കുട്ടികളോട് പറയുന്നത്, നമ്മൾ ഇനി കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഇനി സിഇയോട് ആവശ്യപ്പെടുന്നത് തന്നെ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് തന്നെ ഈ പ്രോസസ്സ് ഇത് വേഗം നമുക്ക് നടത്തി കിട്ടണം. നമ്മുടെ അക്കാഡമിക് ഇയർ തുടങ്ങേണ്ട സമയമായി, നമുക്ക് ക്ലാസ്സുകളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഒരു കുട്ടിക്ക് പോലും പരാതി ഉണ്ടെങ്കിൽ അത് നിഷേധിക്കാനും പാടില്ല. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ നമ്മളുടെ കോഴ്സ് തുടങ്ങുന്ന അന്ന് മുതൽ നമ്മൾ കുട്ടികളോട് പറയുന്നത് എന്താ, നിങ്ങളുടെ പരീക്ഷയുടെ നിങ്ങളുടെ ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ജോബ് സെക്യൂർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിൽ നീതിപൂർവകമല്ലാത്ത ഒരു തീരുമാനത്തിൻ്റെയും കൂടെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നിലവിൽ നോക്കുമ്പോൾ മറ്റേ നീറ്റിലെ പോലെയോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയോ അങ്ങനെ നമ്മൾക്ക് പരീക്ഷാ നടത്തിപ്പിലെ വലിയൊരു തെറ്റോ ഒന്നും നിലവിൽ കാണാനില്ല. പക്ഷേ കുറച്ചും കൂടെ കാര്യക്ഷമമായി കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ ഇതിന് ബന്ധപ്പെട്ടവർ ഇതിൻ്റെ സംഗതികൾ നോക്കണമായിരുന്നു. എന്നാൽ നമുക്കുണ്ടാകുന്ന ഈ ആശങ്ക കുറയുമായിരുന്നു. അപ്പോൾ അവസാനമായി പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് റിസൾട്ട് വരട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ലഭ്യമായ സ്കോറിലൂടെ മികച്ച പ്രീമിയം ലോ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടട്ടെ. ഇതിൻ്റെ ഇടയിലും ഒരാളുടെ പരാതി പോലും പരിഗണിക്കാതെ പോകരുത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൃത്യമായി നിങ്ങൾക്ക് എൻ്റെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാർക്ക് ചെയ്തതിൽ ഇങ്ങനെ പ്രയാസം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുക. ഭാവിയിലുള്ള മികച്ച ഒരു നിയമ പഠന മേഖലയിലെ വളർച്ചയും അതിനുശേഷമുള്ള നിയമം എന്ന മഹത്തായ കരിയറിലെ വലിയ വളർച്ചയും സ്വപ്നം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. 20-ാം തീയതി ഫൈനൽ ലിസ്റ്റ് വരട്ടെ. അതിൽ ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കാണും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതിലെന്താണ് അപാകത നോക്കിയിട്ട് നമ്മൾക്ക് ആവശ്യമായ നടപടികൾ കൃത്യമായി എടുക്കാം. താങ്ക് യു.